എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. ആദ്യം ഈ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായി നമ്മൾ 2 ബൗൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടാൽ മതിയാവും. നന്നായി കുതിർന്ന് കിട്ടും. 3 മണിക്കൂറായ ശേഷം ഞാൻ നന്നായി കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിൽ ഈ വെള്ളം ഒന്ന് നന്നായി വാർന്ന് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തത്. കാരണം നമ്മൾ വലിയ പാവ് കാച്ചിയിട്ട് ഡയറക്റ്റായി മിക്സിയിൽ ഒഴിച്ചിട്ടാണ് ഇത് അരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 അച്ച് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജാറിലേക്ക് നമ്മൾ 2 പഴവും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളപ്പാവ് അരിച്ച് വെച്ചതാണ്. അത് ആറിയ ശേഷം നമ്മൾ ആ വെള്ളപ്പാവും കൂടെ നമ്മളിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അരച്ച ശേഷം അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി 6 മണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലേ നമ്മുടെ അതിന് മയം കിട്ടുള്ളൂ. 6 മണിക്കൂർ കഴിഞ്ഞു. ഒരു 3 സ്പൂൺ കൊപ്ര നെയ്യിൽ വറുത്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ മതിയാവും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അതിൻ്റെ ഒരു മണം ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അത് നമ്മൾക്ക് 1/2 സ്പൂണ് കൂടുതലാകരുത്, 1/4 സ്പൂൺ മതിയാവും. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ആ സമയം നമ്മൾ അപ്പക്കല്ലിൽ എണ്ണയും കൂടെ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ കുഴിയിലും നിറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾക്ക് അത് ചൂടാക്കാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾക്ക് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി വയ്ക്കാം. കാരണം നമ്മളിതിൽ സോഡാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 2 പഴമെല്ലാം ചേർത്തത് കൊണ്ട് 6 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് അപ്പം നല്ല സ്മൂത്തായിരിക്കും. നമ്മളിനി അപ്പക്കല്ലിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായ ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ആകണം. നമ്മുടെ അപ്പം നന്നായി പൊള്ളി വന്നിട്ടുണ്ട്, നല്ല സ്മൂത്തായിരിക്കും. നമുക്കിതിൽ സോഡാപ്പൊടി ചേർക്കണം എന്നൊരു ആവശ്യവും ഇല്ല. നമ്മുടെ അപ്പം റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.